ബി.ജെ.പിക്കാരന്റെ കാൽ ആർ.എസ്.എസുകാരൻ തല്ലിയൊടിച്ചു. ബി.ജെ.പി സംസ്ഥാന കൗൺസിൽ അംഗം സജീവനാണ് മർദ്ദനമേറ്റത്. ആർ.എസ്.എസ് കണ്ണൂർ മുഖ്യകാര്യവാഹ് ജയന്റെ ആസൂത്രണത്തിലായിരുന്നു മർദ്ദനമെന്നാണ് മൊഴി വന്നിരിക്കുന്നത്. സജീവന്റെ കാൽ ജയന്റെ ആസൂത്രണത്തോടുകൂടി തല്ലിയൊടിക്കുകയായിരുന്നു. പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത്. വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, എങ്ങനെയാണ് ഈ സാഹചര്യം ഉണ്ടായത്? സജീവനെ മർദ്ദിക്കാൻ തക്ക രീതിയിലുണ്ടായ എന്തായിരുന്നു ഈ പിന്നാമ്പുറം? പ്രജീഷ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. വെണ്ണല എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് പുറകിലാണ് ഈ സജീവൻ താമസിക്കുന്നത്. ഈ സജീവന്റെ വീട്ടിൽ കയറിയാണ് ഈ 4 അംഗ സംഘം ആക്രമണം നടത്തിയത്. സജീവൻ ബി.ജെ.പിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. ആക്രമണം നടത്തിയത് ആർ.എസ്.എസുകാരാണ് എന്ന് സജീവൻ പോലീസിനോട് മൊഴി നൽകിയിട്ടുമുണ്ട്. പാലാരിവട്ടം പോലീസ് കേസെടുത്തിരുന്നു. ഈ പോലീസ് പിന്നീട് എസ്.ഐ ഈ സജീവന്റെ മൊഴി എടുത്തിരുന്നു. മൊഴിയെടുത്തപ്പോൾ ആർ.എസ്.എസുകാരാണ് തന്നെ ആക്രമിച്ചത് എന്ന് സജീവൻ പറയുകയുണ്ടായി. ഇതിന് കാരണമായി പറയുന്നത് ആർ.എസ്.എസിന്റെ തൃക്കാക്കര മണ്ഡലം കാര്യവാഹകായ ജയചന്ദ്രൻ എന്ന ജയൻ തന്നോട് താനുമായി കുറച്ചു നാളായി സ്പർദ്ധയിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിന് കാരണം പാർട്ടിക്കകത്തെ വഴക്ക് തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ അഴിമതി കാണിക്കുകയാണ് ഈ സജീവൻ എന്ന് നേരത്തെ തന്നെ ജയചന്ദ്രൻ പറയുകയുണ്ടായിരുന്നു. മാത്രമല്ല, ബി.ജെ.പി തൃക്കാക്കര മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വോട്ട് കുറയാൻ ഉണ്ടായ സാഹചര്യം ആർ.എസ്.എസ് ആണ് എന്ന് സജീവനും ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ പാർട്ടിക്കകത്തുള്ള അഴിമതിയും മറ്റ് ആരോപണങ്ങളുടെയും ബാക്കി പത്രം എന്ന നിലയിലാണ് ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ ജയചന്ദ്രൻ ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെ ആളുകളെ വിട്ട് തല്ലിച്ചത് എന്നാണ് ഇപ്പോൾ സജീവൻ പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ജയചന്ദ്രനാണ് ഈ തന്നെ ആക്രമിച്ചതിന് പിന്നിൽ ആയിരുന്നു എന്ന് സജീവൻ പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ 4 പേർ ആരൊക്കെയാണ് എന്നുള്ളത് നേരിട്ട് ഈ സജീവന് മനസ്സിലായിട്ടില്ല. എന്തായാലും ആർ.എസ്.എസ് പ്രവർത്തകരാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുക്കുകയും സംശയമുള്ളവരെ എല്ലാം തന്നെ നിലവിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ജയചന്ദ്രൻ അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ ഈ സംഭവത്തിന്റെ മുഴുവൻ ചിത്രവും വ്യക്തമാകും. ഈ 4 പേർ ആരൊക്കെയാണ് എന്നുള്ള കാര്യവും പോലീസിന് വ്യക്തമാകും. അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കും. എന്തായാലും ബി.ജെ.പിക്കകത്തെ പ്രശ്നം തന്നെയാണ് ഇത്തരത്തിലൊരു അടിപിടിക്ക് കാരണമായത്. ഇയാളുടെ കാലൊടിക്കാൻ ഇടയായ സാഹചര്യവും അതാണ് എന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ഉമേഷ്, ബി.ജെ.പി ആർ.എസ്.എസ് നേതൃത്വം ഈ സംഭവത്തെ എങ്ങനെയാണ് കാണുന്നത്? എന്തെങ്കിലും പ്രതികരണങ്ങൾ ആ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ ആരുടെയും പ്രതികരണം പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല, ഇവരെല്ലാം തന്നെ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനോട് വിമുഖത കാണിക്കുകയാണ്. ആരും നിലവിൽ മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ടില്ല. എല്ലാവരും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. എങ്കിൽ തന്നെയും പോലീസ് ഇക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. കാരണം ഈ സജീവന്റെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. സജീവന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആർ.എസ്.എസുകാരാണ് തന്നെ ആക്രമിച്ചത്. അത് ഇത്തരത്തിലുള്ള വഴക്കാണ് അതിന് കാരണം. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അഴിമതിയും സ്വഭാവദൂഷ്യവും ഉണ്ട് എന്നുള്ള ആരോപണം നേരത്തെ സജീവനെതിരെ ജയചന്ദ്രൻ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, സജീവനെ മർദ്ദിക്കും എന്നും ജയചന്ദ്രൻ പലതവണയായി ഭീഷണി മുഴക്കിയെന്നും സജീവൻ മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജയചന്ദ്രൻ തന്നെയാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്നാണ് മൊഴി. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രിയാണ് 9 മണിക്കാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതുവരെ നേതൃത്വങ്ങൾ ആരും തന്നെ ഇതുവരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ മാധ്യമങ്ങളെ കാണാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അതായത് ആ മേഖലയിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിലെ ഈ ആർ എസ് എസ് ഒരു വിഭാഗവും ഇപ്പം ബി.ജെ.പി തമ്മിലുള്ള കാലങ്ങളായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടം തൊട്ട് നിൽക്കുന്ന ഈ സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ തന്നെ പരിണിത ഫലം ആണോ ഇത്തരമൊരു വഴക്കിലേക്കും അത് മർദ്ദനത്തിലേക്കും ഒക്കെ കലാശിച്ചിരിക്കുന്നത്? വലിയ ഒരുപക്ഷെ ഇവരുടെയൊക്കെ തന്നെ ഈ 2 പേരുടെയും സജീവനുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരൊക്കെ എന്താണ് പറയുന്നത്? തീർച്ചയായും തെരഞ്ഞെടുപ്പ് തൊട്ട് ഉണ്ടായ ഭിന്നത തന്നെയാണ് എന്നാണ് വ്യക്തമായിരിക്കുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വോട്ട് കുറയാൻ ഇടയായതിൽ വലിയൊരു കാരണം ആർ.എസ്.എസ് ആണ് എന്ന ഒരു ആരോപണം നേരത്തെ ഈ സജീവൻ ഉന്നയിച്ചിരുന്നു. തിരിച്ചും സജീവനെതിരെയും ആരോപണം ഉണ്ടായിരുന്നു. കാരണം സജീവൻ
ഇത്തരത്തിൽ പാർട്ടിക്കകത്ത് അഴിമതി കാണിക്കുകയാണ്, സ്വഭാവദൂഷ്യം ഉണ്ടെന്ന തരത്തിൽ ജയചന്ദ്രനും അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ പാർട്ടിക്കകത്തുള്ള ഭിന്നത തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യത്തിന് ഇടയായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു മർദ്ദനം ആസൂത്രണം ചെയ്യുകയും 4 പേരെ ഈ സജീവന്റെ വീട്ടിലേക്ക് വിടുകയും പിന്നീട് വടി ഉപയോഗിച്ചാണ് ഈ സജീവനെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. വടി ഉപയോഗിച്ച് കാലിൽ ആക്രമിക്കുകയും പിന്നീട് കാല് തല്ലിയൊടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. വീട്ടിലുണ്ടായിരുന്നവരെല്ലാം അവിടെ നിന്ന് ഭയന്നോടി എന്ന തരത്തിലെല്ലാം സജീവൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സജീവൻ മാധ്യമങ്ങളോട് ഇതുവരെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആരും തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. പാർട്ടിക്കകത്തുണ്ടായ ഭിന്നത തന്നെയാണ് ഇത്തരത്തിലൊരു നാളുകളായുള്ള ഭിന്നതയാണ് ഈ അടിപിടിയിൽ കലാശിച്ചിരിക്കുന്നത് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. ഉമേഷ്, പോലീസ് എങ്ങനെയാണ്, പോലീസ് ഏത് രീതിയിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്, ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? വീട്ടിൽ കയറി ആക്രമണം നടത്തിയതിനാണ് അത് പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ 4 പേരാണ് ആരാണ് എന്നുള്ളത് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ സജീവന്റെ മൊഴി ഉള്ള സാഹചര്യത്തിൽ ജയചന്ദ്രൻ അടക്കമുള്ളവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിനൊടുവിൽ ആരാണ് ഇതിലെ പ്രതികൾ അല്ലെങ്കിൽ അവർ ഒളിവിലാണോ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം പോലീസിനെ കണ്ടെത്താൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ഇപ്പോൾ എന്തായാലും സംശയമുള്ളവരെ എല്ലാം തന്നെ പോലീസ് നിരീക്ഷണത്തിലാണ്. സംശയമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഈ ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ ജയചന്ദ്രൻ നേരിട്ട് മർദ്ദിക്കുകയായിരുന്നോ ആസൂത്രണം ചെയ്യുകയായിരുന്നു? അദ്ദേഹത്തിന്റെ റോൾ എന്താണ് ഇവിടെ? ജയചന്ദ്രൻ നേരിട്ട് ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല. 4 പേരാണ്, 2 ബൈക്കുകളിലായി 4 അംഗ സംഘമാണ് സജീവന്റെ വീട്ടിലെത്തുകയും വരാന്തയിൽ ഇരിക്കുകയായിരുന്ന സജീവനെ വടികൊണ്ട് ആക്രമിക്കുകയും ചെയ്തത്. ഈ 4 പേരെയും സജീവന് നേരിട്ട് പരിചയമില്ല, പക്ഷെ കണ്ടാൽ അറിയാം എന്നുള്ളത് സജീവൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടാൽ അറിയാവുന്ന 4 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ജയചന്ദ്രന്റെ ഭാഗത്തു നിന്ന് നേരത്തെ നിരവധി തവണ ഭീഷണിയും മർദ്ദിക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയെല്ലാം ഉണ്ടായിരുന്നതായി സജീവൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഈ കൃത്യത്തിൽ നേരിട്ട് ജയചന്ദ്രൻ പങ്കെടുത്തിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലും മറ്റും റൂട്ട് മാർച്ച് അടക്കമുള്ളവ കൊച്ചിയിൽ ഉണ്ടായിരുന്നു. ഈ റൂട്ട് മാർച്ചിൽ സജീവനെ പങ്കെടുപ്പിക്കാത്ത ഒരു സാഹചര്യവും ഉണ്ടായി. നേരത്തെ സജീവൻ ഈ റൂട്ട് മാർച്ചിൽ പങ്കെടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ ഇയാൾക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങളും മറ്റും അളവെടുത്ത് കൊണ്ടുപോവുകയും മറ്റും ഉണ്ടായി. എന്നാൽ അവസാന നിമിഷം സജീവനെ ഈ റൂട്ട് മാർച്ചിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതേ തുടർന്നാണ് ഇന്നലെ രാത്രി തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായത്. എന്തായാലും ജയചന്ദ്രൻ നേരിട്ട് ഈ ആക്രമണത്തിൽ ഇല്ലെങ്കിലും ജയചന്ദ്രനാണ് ഇതിന്റെ ആസൂത്രകൻ എന്ന തരത്തിൽ തന്നെയാണ് സജീവൻ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ RSS നേതൃത്വം അല്ലെങ്കിൽ BJP പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണോ? 2 പേർക്കും എതിരെ നടപടിക്കുള്ള സാധ്യതയാണോ ഉണ്ടാകുന്നത്? കാരണം ഇതൊരു മർദ്ദനത്തിലേക്ക് കൂടി പോയ സ്ഥിതിക്ക് സ്വാഭാവികമായും ആ മേഖലയിൽ ശക്തമായൊരു ചേരിതിരിവ് ഒക്കെ തന്നെ ഉണ്ടായേക്കാം. അങ്ങനെ നോക്കിയാൽ തീർച്ചയായും നിലവിൽ പാർട്ടി നേതൃത്വം മറ്റാരും തന്നെയോ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ BJPക്ക് ഇതൊരു തലവേദനയായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ അകത്തുണ്ടായിരുന്ന ഒരു ഭിന്നത പരസ്യമായി പുറത്തു വന്നിരിക്കുന്നു. അത് അടിപിടിയിൽ എത്തിയിരിക്കുന്നു, കാല് തല്ലിയൊടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും BJPയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് ഈ സജീവൻ. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കകത്ത് ഇത്തരത്തിലൊരു വലിയ ആരോപണവും ഭിന്നതയും അടിപിടിയും വരുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. നിലവിൽ പരസ്യമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ തന്നെയും ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ വിശദീകരണം വൈകിയ വേളയിലെങ്കിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. ശരി ഉമേഷ്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.